ജനങ്ങളെ ബുദ്ധിമുട്ട് നോക്കിയിട്ടുണ്ട്. ഒരു വിദേശ യാത്രയും മറ്റേതൊക്കെ നടത്തുക. മരുവനും മകളും ഭാര്യയും എല്ലാവരും. അമ്മേ എന്തല്ല വിശേഷം? നല്ല വിശേഷം. ചായക്കെ കുടിച്ചാ? ചായക്കെ കുടിച്ചു. എന്താണ് മുഖത്തൊരു സങ്കടം? സങ്കടമൊന്നുമില്ല, നോക്കുന്നുണ്ടല്ലോ മക്കള്. പെൻഷനൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നില്ല, 4 മാസമായി കിട്ടാതെ. ബുദ്ധിമുട്ടായോ? അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടില്ല. മുമ്പ് കിട്ടാതെ കിട്ടിയാലേ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. വീട്ടിലാരൊക്കെയുള്ളത്? വീട്ടിൽ ആങ്ങളെ ഭാര്യ കുട്ടികൾ. ഈ അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിനൊക്കെ ചികിത്സക്ക് മരുന്നെല്ലാം വേണ്ടേ? മരുന്നൊക്കെ വാങ്ങുന്നുണ്ട്. ഈ മരം മുറിച്ചൊക്കെ എന്തിനാ? മരം മുറിച്ച പൈസ ഉണ്ടാവാൻ. മരുന്നൊക്കെ വാങ്ങാൻ പൈസ ഉണ്ട്. ആങ്ങളയ്ക്കും സുഖമില്ല, അവനും മരുന്ന് ഉണ്ട്. അമ്മക്ക് എന്താ സുഖം? എനിക്ക് പ്രഷർ, ഷുഗർ, തലയ്ക്കൊരു ബ്ലോക്ക്, അതിനൊക്കെ ഗുളിയുണ്ട്. മാസത്തിൽ വാങ്ങണം? മാസത്തിൽ വാങ്ങണം. എന്നും കുടിക്കണം 4. അപ്പോ ദിവസവും മരുന്ന് വാങ്ങണം? ദിവസവും മരുന്ന്. അനിയനോ? അനിയനും വേണോ? ഓൻ എത്ര ഗുളിക എനിക്ക് അറിയില്ല. മൂത്രത്തിന്, പിന്നെ ബ്ലോക്കിന്. അതിനിപ്പോൾ ആൻറ്റിയോപ്ലാസ്റ്റി കഴിഞ്ഞാണ്. അതിനിപ്പോൾ ഒരുപാട് പൈസ ചിലവായിരുന്നു. ഓക്കും ഉണ്ട്, ഒക്കെ പ്രഷറാണ്. 2 ഗുളിക അവൾ കഴിക്കുന്നത്. അങ്ങനെ ഭാര്യ. അതിനാണോ മരം മുറിച്ചത്? പൈസ വേണ്ടേ ഏതൊക്കെ നമുക്ക് മരുന്ന് വാങ്ങാനും ജീവിക്കാനും. പണ്ടത്തെ അംഗൻവാടി ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിൻ്റെ അമ്മ വന്നിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. മക്കളെ രാവിലെ പിന്നെ ഇതാക്കി അതിലേക്ക് ഭക്ഷണം കൊടുത്ത് അതിറ്റുള്ള ഉറക്കാൻ കിടന്നാൽ അതിറ്റുള്ള ഉറങ്ങൂല. എന്നിട്ട് ഞങ്ങൾ ഓൾഡി ആയിട്ട് തന്നെ കൊണ്ടുവച്ചില്ല ഭക്ഷണമൊക്കെ കഴിക്കുക. ഞങ്ങൾ കഴിച്ചാൽ ഒരു 2 വട്ടിട്ട് തിന്നല. വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനൊന്നുമില്ല. ഒരു സമ്മന്തി എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോകും. 2 വട്ടി സമ്മന്തി കൂടി കൂട്ടി ഞങ്ങൾ തിന്നു. അന്ന് ആദ്യം തന്നെ 15 റുപ്യ, പിന്നെ 45, പിന്നെ 30, പിന്നെ 100, അങ്ങനെ ഇങ്ങോട്ട് പോണിക്കുക. ആദ്യം 15 റുപ്യ ഉണ്ടായില്ലോ. അന്ന് ബാലവാടി ആയിരുന്നു, പിന്നെയാണല്ലോ അംഗൻവാടി ആകുന്നത്. എത്ര വർഷം ജോലി ചെയ്തിന് അംഗൻവാടിയിൽ? 28. അങ്ങനെ ധാരാളം കുട്ടികൾ, 60-70 കുട്ടികളാണ്. അന്ന് 40 പ്ലേറ്റേ ഉള്ളൂ. ഞങ്ങൾ വാഴേൻ്റെ ഇലയൊക്കെ എടുത്തുകൊണ്ടില്ല ബാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ. വിരമിച്ചിട്ട് എത്രയായി? വിരമിച്ചിട്ട് 14 കൊല്ലമായി. 2010. അന്നേരം പെൻഷൻ കിട്ടി? അന്നേരം പെൻഷൻ 300 റുപ്യ. ഇപ്പോൾ കുറച്ചായിട്ടുള്ള 1500 ആയിട്ട്. നമ്മൾ പണിയെടുത്തതിൻ്റെ അടുത്തല്ലേ ചോദിക്കുന്നത്, അതുകൊണ്ട് സൗജന്യം ചോദിക്കല്ലോ. നമ്മൾ പണിയെടുത്ത് അന്ന് ക്ഷേമനിധിയിൽ നമ്മൾ പൈസ ഇങ്ങനെ അടക്കിയല്ലോ, അതിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നത്. വാർദ്ധക്യ പെൻഷൻ ഉണ്ടോ? വാർദ്ധക്യ പെൻഷൻ എപ്പോഴെങ്കിലാണേ കിട്ടുക, ഒന്നിച്ചപ്പോൾ കിട്ടണ്ടേ? ഉണ്ടോ? കിട്ടാറുണ്ടായിരുന്നാ? ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടും. സർക്കാരിനോടൊക്കെ എന്താ ആവശ്യപ്പെടാൻ? പെൻഷൻ കിട്ടണം, പെൻഷൻ കുറച്ചുകൂടി കൂട്ടി കിട്ടണം. ഇത്രയും കാലം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? ജനങ്ങളെ ബുദ്ധിമുട്ട് നോക്കിയിട്ടുണ്ട്. ഒരു വിദേശ യാത്രയും മറ്റേതൊക്കെ നടത്തുക. മരുവനും മകളും ഭാര്യയും എല്ലാവരും. നമ്മൾ കഷ്ടപ്പാടെടുത്ത് കാണാൻ ഒരു പോലെ പോയിട്ട് ഒരു സൂചിച്ചിട്ട് കഴിയുന്നുണ്ട്. കഷ്ടപ്പാടുള്ളവർ ഇങ്ങനെ നരകിക്കല്ലേ. അമ്മയപ്പം എല്ലാം പെട്ടെന്ന് ശരിയാവുന്ന വിചാരിക്കാം അല്ലേ? ഗവൺമെന്റ് അറിയിക്കാം. ഷെയറായിരിക്കും. ഞാൻ എന്നാ പോട്ടെ. ജോം ടിക്കൊടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.